Next question, what is the process if the difference of the level between 2 points is determined by setting the leveling instrument midway between the point? രണ്ട് പോയിന്റുകളുടെ ലെവൽ ഡിഫറൻസ് കണ്ടെത്താൻ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ സെൻട്രൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? സിമ്പിൾ ലെവലിംഗ് അല്ലേ? രണ്ട് പോയിന്റ്സിൻ്റെ ലെവൽ ഡിഫറൻസ് എടുക്കാൻ അവർ തമ്മിൽ ഇൻ്റർവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻസ്ട്രുമെൻ്റ് അതിൻ്റെ ഏകദേശം മിഡ് വേ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് രണ്ട് പോയിന്റിലോട്ടും നമ്മൾ റീഡിങ്സ് എടുക്കുന്നു. ആ കിട്ടിയ റീഡിങ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് അവർ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വൈൽ ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് ദി ഇൻ്റർമീഡിയറ്റ് പോയിന്റ്? നമ്മൾ ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം അത് ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡബിൾ സൈറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. തിയോഡലൈറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡബിൾ സൈറ്റിംഗ്. Which situation foresight and backside reading should be entered in the same horizontal level in a field book? നമ്മൾ ഫോർസൈറ്റും ബാക്സൈറ്റും ഒരേ ലൈനിൽ എൻട്രി ചെയ്യപ്പോഴാണ് ഒരു ചേഞ്ച് പോയിന്റ് വരുന്ന സമയത്താണ് അല്ലേ? ഒരു ചേഞ്ച് പോയിന്റ് വരുമ്പോഴാണ് നമ്മൾ ആദ്യം അതിലോട്ട് ഫോർസൈറ്റ് എടുക്കും, പിന്നെ അതേ പോയിന്റിലോട്ട് തന്നെ നമ്മൾ ബാക്ക് സൈറ്റ് എടുക്കും. അപ്പോൾ അത് ഒറ്റ ലൈനിൽ ഇങ്ങനെ ഹൊറിസോണ്ടലി നമ്മൾ എഴുതും. അപ്പോൾ ബാക്ക് സൈറ്റും ഫോർസൈറ്റും നേരെ എഴുതി വരുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റാണ്? ചേഞ്ച് പോയിന്റ് ആണ് കേട്ടോ. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ചേഞ്ച് പോയിന്റ്. വാട്ട് ഈസ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ ദാറ്റ് ദ ആംഗിൾ മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെന്ത് പറയും? റൈറ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് പറയും? നമ്മൾ ലെഫ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയും. ഡിഫ്ലക്ഷൻ ആംഗിൾ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഒരു ലൈനെ പ്രൊലോങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈനും തൊട്ട് മുന്നത്തെ ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഡിഫ്ലക്ഷൻ ആംഗിൾ ആണെന്നുള്ളതാണ്. അതിനെ നമ്മൾ റൈറ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഈ ചിത്രത്തിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളതെന്നാണ്. ഇത് ഒരു ഓട്ടോ ലെവലിൻ്റെ ഫിഗറാണ് കേട്ടോ. ടെക്സ്റ്റിൽ ഇതുപോലെ തന്നെ ഈ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഓട്ടോ ലെവലിനെയാണ്. Which method measuring horizontal angle as an average of 3 or 4 consecutive measurement of angle? ഇത് റിപ്പീറ്റേഷൻ മെത്തേഡാണ് കേട്ടോ. തിയോഡലൈറ്റിലുള്ള ഒരു റിപ്പീറ്റേഷൻ മെത്തേഡിൻ്റെ ഡെഫിനേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഒരേ ആംഗിളിനെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഒരു 3 or 4 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിനെ റീഡ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എത്രയാണോ റിസൾട്ട് കിട്ടുന്നത് ആ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒന്നും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുക ഹൊറിസോണ്ടൽ ആംഗിളിൻ്റെ. അപ്പോൾ ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് ചോദിച്ചാലോ അത് റിപ്പീറ്റേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള 3 or 4 കോൺസിക്യൂട്ടീവ് മെഷർമെൻറ്റ്സ് നമ്മൾ ഒരേ ആംഗിളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അത് എന്ത് മെത്തേഡാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ റിപ്പീറ്റേഷൻ മെത്തേഡ് എന്നാണ് കേട്ടോ. വാട്ട് ഈസ് ദ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓപ്പൺ ട്രാവേഴ്സ്? ഒരു ഓപ്പൺ ട്രാവേഴ്സിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു മോശം കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞത് ദർ ഈസ് നോ ചെക്ക് ഓൺ സമ്മേഷൻ ഓഫ് ആംഗിൾസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഓപ്പൺ ട്രാവേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് ഫുൾ ആംഗിൾസിൻ്റെ സമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അതൊരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 4 സൈഡിലുള്ള ഫിഗർ ആണെങ്കിൽ അത് ആഡ് ചെയ്താൽ 360 കിട്ടണം, അല്ലെങ്കിൽ 5 സൈഡിലുള്ള ഒരു ഫിഗർ ആണെങ്കിൽ 540 കിട്ടണം. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡഡ് ആംഗിൾസിൻ്റെ സമ്മ വെച്ചിട്ട് നമുക്കത് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ ഒരു ഓപ്പൺ ട്രാവേഴ്സിൽ നമുക്ക് എന്തല്ല, അത് പോസിബിൾ അല്ല. സോ ഇവിടുത്തെ ആൻസർ ദർ ഈസ് നോ ചെക്ക് ഓൺ സമ്മേഷൻ ഓഫ് ആംഗിൾസ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഡൺ ടു പ്ലേസ് ദ വെർട്ടിക്കൽ ആക്സിസ് എക്സാക്ട്ലി ഓവർ ദി സ്റ്റേഷൻ? നമ്മുടെ കറക്റ്റ് എക്സാക്ട് സ്റ്റേഷൻ്റെ മേലെ കറക്റ്റായിട്ട് നമ്മൾ വെർട്ടിക്കൽ ആക്സിസിനെ പ്ലേസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെൻറ്ററിങ് എന്ന് പറയുന്നത് അല്ലേ? ഏത് ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ സെൻറ്ററിങ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ എക്സാക്ട് മേലെ ആയിരിക്കണം. ഗ്രൗണ്ടിലുള്ള നമ്മുടെ സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ എക്സാക്ട് മേലെ അതിന് നേരെ വെർട്ടിക്കലായിട്ട് വേണം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ ഇരിക്കാൻ. അപ്പോഴേ നമ്മൾ എടുക്കുന്ന റീഡിങ്സ് ഒക്കെ അക്യുറേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്ററിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ഹൗ ടു കാൽക്കുലേറ്റ് ദ RL ഹാവിംഗ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് 98.717 ആൻഡ് IS റീഡിംഗ് ഈസ് 1.238. അതായത് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് RL ആണ്. നമുക്ക് HI തന്നിട്ടുണ്ട് അല്ലേ? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 98.717 ആണ്. ആൻഡ് IS റീഡിങ്ങും തന്നിട്ടുണ്ട് 1.238 ആണ്. അപ്പോൾ IS റീഡിങ്ങിൻ്റെ റെഡ്യൂസ് ലെവലാണ് നമ്മളടുത്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? എന്ത് ചെയ്താൽ മതി? ഈ
HIന്ന് നമ്മുടെ IS റീഡിംഗ് അങ്ങ് കുറച്ച് കൊടുത്താൽ മതി. അതായത് 98.717 നമ്മൾ എന്ത് കുറച്ച് കൊടുക്കുക, 1.238 കുറച്ച് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, RL = HI - IS. അപ്പോൾ നമ്മൾ 2 വാല്യൂസ് അവിടെ ഇട്ട് കൊടുക്കുന്നു. ഇവ പരസ്പരം കുറയ്ക്കുമ്പോൾ നമുക്ക് 97.479 എന്ന് കിട്ടും. അതായിരിക്കും ആ പോയിന്റിൻ്റെ RL എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഇമാജിനറി ലൈൻ ഓഫ് കോൺസ്റ്റൻറ്റ് എലിവേഷൻ ഓൺ ദി ഗ്രൗണ്ട് സർഫസ്? അതായത് ഗ്രൗണ്ട് സർഫസുമായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് എലിവേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കോണ്ടൂർ ലൈൻ അല്ലേ. ഈക്വൽ എലിവേഷനുള്ള ലൈൻസിനെ തമ്മിൽ പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് കോണ്ടൂർ ലൈൻ. അതിനെ തന്നെ ഒന്ന് മാറ്റി ചോദിച്ചതേ ഉള്ളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഇമാജിനറി ലൈൻ ഓഫ് കോൺസ്റ്റൻറ്റ് എലിവേഷൻ ഓൺ ദി ഗ്രൗണ്ട് സർഫസ്? ആൻഡ് ആൻസർ എന്താണ്? കോണ്ടൂർ ലൈൻ. 11ാമത്തെ ചോദ്യം, വാട്ട് മെത്തേഡ് ഓഫ് കോണ്ടൂർ ഈസ് സ്യൂട്ടബിൾ ഫോർ കോണ്ടൂറിങ് ഇൻ ഹില്ലി ഏരിയാസ്? ഹില്ലി ഏരിയാസിൽ നമ്മൾ കോണ്ടൂറിങ്ങിൻ്റെ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക എന്നുള്ളത് കേട്ടോ. ടാക്യോമെട്രിക് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ബൈ ടാക്യോമെട്രി മെത്തേഡ് എന്നുള്ളതാണ്. പല പല റീജിയൻസിൽ പല മെത്തേഡ്സാണ് യൂസ് ചെയ്യുക. അതിൽ ഹില്ലി ഏരിയയിൽ ഏതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ബൈ ടാക്യോമെട്രി മെത്തേഡാണ്. ഇനി ബാക്കി മേഖലകളിലൊക്കെ ഏത് ഉപയോഗിക്കുന്നുള്ളത് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് വയ്ക്കുക. ഹില്ലി ഏരിയാസിൽ എന്തുപയോഗിക്കും? ടാക്യോമെട്രിക് മെത്തേഡാണ് യൂസ് ചെയ്യുക കോണ്ടൂറിങ്ങിൽ. വാട്ട് ഈസ് ദ ടേം ഫോർ റൊട്ടേറ്റിംഗ് ദ ടെലസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ എബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്? അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യട്ടോ, ഒരു വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടെലസ്കോപ്പ് ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കറങ്ങുകയാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്വിങ് അല്ലേ. സ്വിങ്ങിങ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടെലസ്കോപ്പ് ഇങ്ങനെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ സ്വിങ് എന്ന് പറയുന്നത്. നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാനൊക്കെ ഇതാണല്ലോ യൂസ് ചെയ്യുന്നത്. സ്വിങ് ആണ് ചെയ്യുക നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്? എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് അതൊരു ലൈനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ലൈനാണ് ബബിൾ ട്യൂബ് ആക്സിസ് കേട്ടോ. അതായത് നമ്മുടെ ബബിളിൻ്റെ ഒരു ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ബബിളിന് ടാൻജൻഷ്യലായിട്ട്, ബബിളിൻ്റെ കർവേച്ചറിന് ടാൻജൻഷ്യലായിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബബിൾ ട്യൂബ് ആക്സിസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ മെത്തേഡ് ഇൻ പ്രൊലോങ്ങിങ് എ ലൈൻ? ഒരു ലൈൻ പ്രൊലോങ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഏത് മെത്തേഡാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? പ്രൊലോങ്ങിങ് ലൈൻ ബൈ തേർഡ് മെത്തേഡ്. തേർഡ് മെത്തേഡാണിത്. ഇതുപോലെ തന്നെ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗറും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം കേട്ടോ. ഇവിടെ കാണിച്ചിട്ടുള്ളത് പ്രൊലോങ്ങിങ് എ ലൈൻ ബൈ തേർഡ് മെത്തേഡാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിപ്പാർച്ചർ ഓഫ് ലൈൻ മെഷേർഡ് ടുവേർഡ്സ് ദി റൈറ്റ് വേർഡ്? നമ്മൾ റൈറ്റ് വേർഡ് സൈഡിലേക്ക് നമ്മുടെ എന്താണ് ഡിപ്പാർച്ചർ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പേര് പറയുക? റൈറ്റ് സൈഡിലോട്ട് നമ്മൾ ഡിപ്പാർച്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ ഈസ്റ്റിംഗ് ആണ് അല്ലേ. നമുക്കറിയാം മേലോട്ട് നോർത്തിലോട്ടും സൗത്തിലോട്ടും ഉള്ളത് ലാറ്റിറ്റ്യൂഡും വെസ്റ്റിലോട്ടും ഈസ്റ്റിലോട്ടും ഉള്ളത് ഡിപ്പാർച്ചറുമാണ്. അപ്പോൾ അത് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈസ്റ്റിംഗ് എന്ന് പറയും. ഇനി ലെഫ്റ്റ് സൈഡിലോട്ടാണ് എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ വെസ്റ്റിംഗ് എന്ന് പറയും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് സൈഡിലോട്ടുള്ളതാണ്, അതാണ് ഈസ്റ്റിംഗ് കേട്ടോ. What will be the difference of level A and B if backside is 3.560 meter and foresight is 2.860 meter? ഇതൊന്നുമില്ല, 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ 2 പോയിന്റ്സിൻ്റെ റീഡിങ്സ് തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിംപ്ലി ഇതുവരെ തമ്മിൽ കുറച്ചാൽ മതി കേട്ടോ. 3.560 മൈനസ് 2.860 ചെയ്യുമ്പോൾ നമുക്ക് 0.700 എന്നുള്ള ആൻസർ കിട്ടും. ഒന്നുമില്ല, 2 പോയിന്റിൻ്റെ റീഡിങ്സ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഹൈ ഡിഫറൻസ് കണ്ടെത്താൻ അവർ തമ്മിൽ കുറച്ചാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലെവൽ ഡെസിഗ്നേറ്റഡ് ആസ് സെൽഫ് അലൈനിങ് ലെവൽ? ഒരു സെൽഫ് അലൈനിങ് ലെവലായിട്ട് നമ്മൾ ഉള്ളൊരു ലെവൽ അല്ലേ, ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഓട്ടോ ലെവൽ എന്ന് പറയുന്നത്. അത് സെൽഫ് അലൈനിങ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന് സെൽഫ് അലൈൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിനെയാണ് നമ്മൾ ഓട്ടോ ലെവൽ എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡിഫറൻസ് ഇൻ ലെവൽ റെഡ്യൂസ്ഡ് ലെവൽ ബിറ്റ്വീൻ സക്സസീവ് കോണ്ടൂർസ്? 2 സക്സസീവ് കോണ്ടൂർസിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് ഇൻ റെഡ്യൂസ്ഡ് ലെവലിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ ഇതിൻ്റെ കേട്ടിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് 2 കോണ്ടൂർ ലൈൻസിന് ഇടയ്ക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് അല്ലേ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വലൻ്റ് എന്ന് പറയും. അപ്പോൾ ആ വെർട്ടിക്കൽ കോണ്ടൂർ ഇൻ്റർവെലിനെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തെന്നുള്ളൂ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിഫറൻസ് ഇൻ റെഡ്യൂസ് ലെവൽ ബിറ്റ്വീൻ സക്സസീവ് കോണ്ടൂർസ് എന്ന് വെച്ചാൽ കോണ്ടൂർ ഇൻ്റർവെൽ കേട്ടോ. അദ്ദേഹം വെർട്ടിക്കൽ ഇൻ്റർവെൽ എന്ന് പറഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു. വെർട്ടിക്കൽ ഇൻ്റർവെൽ അല്ല, കോണ്ടൂർ ഇൻ്റർവെൽ കേട്ടോ. 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർസിൻ്റെ ഇടയ്ക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയും. വാട്ട് ഡയമെൻഷൻസ് ആർ ഡ്രോൺ ഇൻ എ പ്ലാൻ ഓഫ് എ കോണ്ടൂർ? ഇനി നമ്മളൊരു കോണ്ടൂർ ലൈൻ്റെ പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇക്വലൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കമ്പോണൻറ്റ്? ഇതിൽ കൊടുത്തിരിക്കുന്ന കമ്പോണൻറ്റ് ടെലസ്കോപ്പാണ് കേട്ടോ. നമ്മുടെ തിയോഡലൈറ്റിലും നമ്മൾ അതുപോലെ തന്നെ ലെവലിംഗ് ഇൻസ്ട്രുമെൻസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെലസ്കോപ്പിൻ്റെ ഫിഗറാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് യൂസിങ് തിയോഡലൈറ്റ് പ്രൈമേർലി? നമ്മൾ എന്തിനാണ് ഒരു തിയോഡലൈറ്റ് പ്രൈമേർലി യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ. തിയോഡലൈറ്റിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് തിയോഡലൈറ്റ്. അപ്പോൾ പ്രൈമേർലി നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. വാട്ട് ഈസ് റെഫേർഡ് ടു സ്മോളസ്റ്റ് മെഷറബിൾ യൂണിറ്റ് ഇൻ തിയോഡലൈറ്റ്? തിയോഡലൈറ്റിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. തിയോഡലൈറ്റിൽ മാത്രമല്ല ഏതൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്താലും അതിൽ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് മെഷറബിൾ യൂണിറ്റിനെയാണ് നമ്മൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. വിച്ച് കോളം ഈസ് യൂസ്ഡ് ദ ഫസ്റ്റ് എൻട്രി ഇൻ ദ ലെവൽ ബുക്ക് പേജ്? ഫസ്റ്റ് എൻട്രി നമ്മൾ എന്തെല്ലാം ചെയ്യുക? ബാക്ക് സൈറ്റിൻ്റെ കോളത്തിലാണ് അല്ലേ. നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ലെവലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എടുക്കുന്ന പോയിന്റിനെ ഉള്ള റീഡിങ്ങിനെയാണ് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയുക. അത് നമ്മൾ ബാക്ക് സൈറ്റിൻ്റെ കോളത്തിലായിരിക്കും എഴുതുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് കൊളിമേഷൻ ഷോൺ ഇൻ ഫിഗർ വിത്ത് RL 100 ആൻഡ് ബാക്ക് സൈഡ് ടേക്കൺ ഫ്രം A ഈസ് 2.850 മീറ്റർ? അതായത് സിംപ്ലി HI കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടുത്തെ RLും അവിടേക്കുള്ള റീഡിങ്ങും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് HI സിമ്പിളായിട്ട് കണ്ടെത്താം അല്ലേ. അപ്പം RL 100 ബാക്ക് സൈറ്റ് എത്രയാണ്? 2.850 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് എത്ര കിട്ടും? 102.850 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ അതൊന്ന് ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഫിഗറൊക്കെ തന്നത് കണ്ടിട്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കരുത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. HI അല്ലെങ്കിൽ HC, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കൊളിമേഷൻ, അത് കണ്ടെത്താൻ RL പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്താൽ മതി. RL 100 ബാക്ക് സൈറ്റ് 2.850 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 102.850 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൈൻ മെഷർ ടുവേർഡ്സ് അപ്വേർഡ്? നമ്മൾ അപ്വേർഡ് ആയിട്ടാണ് ലാറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? അതിനാണ് നമ്മൾ നോർത്തിങ് എന്ന് പറയുക. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ. ഡിപ്പാർച്ചർ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ഈസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അതുപോലെ അപ്വേർഡ് ആയിട്ടാണ് ലാറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഈസ്റ്റിംഗ് എന്ന് പറയും. ഇനി ഡൗൺവേർഡ് ആയിട്ടാണ് ലാറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? അതിനെ സൗത്തിങ് എന്ന് പറയും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ഡിനോട്ട് ചെയ്യുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ഫിഗർ ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് നോക്കണേ. മേലോട്ടാണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവാണ്, താഴോട്ട് എടുക്കുമ്പോൾ ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവാണ്. ഇനി റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഡിപ്പാർച്ചർ പോസിറ്റീവാണ്, ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഡിപ്പാർച്ചർ നെഗറ്റീവാണ്. ഇനി ഓരോ ക്വാഡ്രൻറ്റിലും ലാറ്റിറ്റ്യൂഡ് എന്താണ്, ഡിപ്പാർച്ചറിന് എന്താണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവാണോ നെഗറ്റീവാണോ ഈസ്റ്റിംഗ് ആണോ നോർത്തിങ് ആണോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ കേട്ടോ. അപ്പോൾ ഈ ചിത്രം വൃത്തിയായിട്ട് നോക്കിയിട്ട് വേണം പോവാനേ. ഹൗ ടു കാൽക്കുലേറ്റ് ഹൈറ്റ് ഓഫ് കൊളിമേഷൻ? ഹൈറ്റ് ഓഫ് കൊളിമേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. നേരത്തെ നമ്മളൊരു പ്രോബ്ലം ചെയ്തല്ലോ. എന്താ അതിനുള്ള ഇക്വേഷൻ? RL ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈഡ് റീഡിങ്. അവിടുത്തെ ബെഞ്ച് മാർക്കിൻ്റെ RL പ്ലസ് ബാക്ക് സൈഡ് റീഡിങ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കൊളിമേഷൻ അല്ലെങ്കിൽ നമ്മൾ HI അല്ലെങ്കിൽ HC എന്നൊക്കെ പറയുന്ന ആൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. വിച്ച് മെത്തേഡ് എറേഴ്സ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി ഓഫ് ദ സ്പിൻഡിൽസ് ആർ എലിമിനേറ്റഡ് ബൈ റീഡിങ് ബോത്ത് ദ വെർനിയർ ഓഫ് ദി തിയോഡലൈറ്റ്? അതായത് ഇതിന് ആൻസർ ഓർഡിനറി മെത്തേഡാണ് കേട്ടോ. അതായത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാ ഒരു ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്തു. ആ സമയത്ത് നമ്മൾ സാധാരണ എന്ത് ചെയ്യും? രണ്ട് വെർനിയേഴ്സും റീഡ് ചെയ്യും. A വെർനിയറും B വെർനിയറും റീഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആവറേജ് ആണല്ലോ നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾസ് എപ്പോഴും എടുക്കാറ്. അപ്പോൾ അത് കാരണം ഇവിടെ എക്സെൻട്രിസിറ്റി കാരണമുള്ള ഒരു എറർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, രണ്ട് വെർനിയറും റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് മെത്തേഡിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓർഡിനറി മെത്തേഡിലാണ്. നിങ്ങളെല്ലാവരും പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അത് ചെയ്തിട്ടുണ്ടായിരിക്കും. വാട്ട് ബെഞ്ച് മാർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ സച്ച് ആസ് അറ്റ് ദ എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക്? നമ്മളൊരു ദിവസം വർക്ക് എൻഡ് ചെയ്യാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അവിടെ ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടാണ് പോവുക. കാരണം പിറ്റേ ദിവസം നമ്മൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ പോയിന്റിലോട്ട് നോക്കിയിട്ടായിരിക്കും പിറ്റേ ദിവസത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കിനെയാണ് നമ്മൾ ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ആസ് ദ എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക്, ഒരു ദിവസത്തെ എൻഡിൽ വർക്ക് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്കിനെയാണ് ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ടെസ്റ്റ്? ഇത് ഏത് ടെസ്റ്റാണെന്നുള്ളതാണ്. ഇത് സ്പയർ ടെസ്റ്റിൻ്റെ ഫിഗറാണ് കേട്ടോ. അതായത് ഹൊറിസോണ്ടൽ ആംഗിൾ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് സ്പയർ ടെസ്റ്റ്. അത് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, അതിൻ്റെ ഫിഗറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വാട്ട് മെത്തേഡ് ഓഫ് കോണ്ടൂർ ഈസ് സ്യൂട്ടബിൾ ഫോർ ദി സ്മോൾ ആൻഡ് ലോ അൺഡിലേറ്റിംഗ് ഏരിയ?
അതിൻ്റെ ആൻസർ ബൈ സ്ക്വയർ മെത്തേഡാണ്. സ്മോൾ ആൻഡ് ലോ അൺഡുലേറ്റിംഗ് ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടൂറിങ് മെത്തേഡാണ് സ്ക്വയർ മെത്തേഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഹില്ലി ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാക്യോമെട്രിക് മെത്തേഡാണെന്ന് പറഞ്ഞു. വിച്ച് ക്വാഡ്രന്റ് ലാറ്റിറ്റ്യൂഡ് പോസ്റ്റ് പ്ലസ് നോർത്തിങ് ആൻഡ് ഡിപ്പാച്ചർ മൈനസ് വെസ്റ്റിംഗ് ഓഫ് ലൈൻ ലൈസ്? അതായത് ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവും ഡിപ്പാച്ചർ നെഗറ്റീവ് ആണെങ്കിൽ അത് ഏത് ക്വാഡ്രൻ്റാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് 4th ക്വാഡ്രൻ്റാണ്. നിങ്ങൾ നേരത്തെ തന്നിട്ടുള്ള ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് മേലെ നോർത്തിലോട്ടാണ്, ഡിപ്പാർച്ചർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ക്വാഡ്രൻ്റ് 4th ക്വാഡ്രൻ്റ് ആണല്ലോ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഹൗ ടു കാൽക്കുലേറ്റ് ട്രൂ ഡിഫറൻസ് ഓഫ് ലെവൽ? ഇവിടെ ഒരു റെസിപ്രോക്കൽ ലെവലിങ്ങിൻ്റെ റീഡിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ആദ്യം നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എയിൽ വെച്ചു, എയുടെ അടുത്ത് വെച്ചു, എന്നിട്ട് എയിലേക്ക് നോക്കി ബിയിലേക്ക് നോക്കി, ദെൻ ഷിഫ്റ്റ് ചെയ്ത് ബീൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു, ബിയിലേക്ക് നോക്കി എയിലേക്ക് നോക്കി. അപ്പോൾ കിട്ടിയ റീഡിങ്സ് ആണ് ഈ 4 എണ്ണം. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടെത്തണം? അവിടുത്തെ ലെവൽ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അതായത് റെസിപ്രോക്കൽ ലെവലിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്ക് സെൻട്രൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, എക്സാമ്പിളായിട്ട് ഒരു റിവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പോയിൻറ്റ്സ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു പുഴയുടെ 2 കരയിലിരിക്കുന്ന ഓപ്പോസിറ്റ് കരയിലിരിക്കുന്ന പോയിന്റുകളാണെന്ന് വിചാരിക്കുക, എയും ബിയും. നമുക്കൊരിക്കലും ഇൻസ്ട്രുമെൻറ്റ് സെൻറ്ററിൽ സെറ്റ് ചെയ്തിട്ട് സിമ്പിൾ ലെവലിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എയുടെ അടുത്ത് വയ്ക്കും, എന്നിട്ട് എയിലേക്ക് നോക്കും ബിയിലേക്ക് നോക്കും, ദെൻ ബീൻ്റെ അടുത്ത് വയ്ക്കും, ബിക്ക് നോക്കും, എക്ക് നോക്കും. അപ്പോൾ കിട്ടുന്ന റീഡിങ്സിനെ ആദ്യം നമ്മൾ എയുടെ അടുത്ത് വെച്ചിട്ട് കിട്ടിയ 2 റീഡിങ്സാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ 2 റീഡിങ്സിനെ നമ്മൾ കുറയ്ക്കുക. അതായത് 1.630 മൈനസ് 1.025, അത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.605 കിട്ടി. അതുപോലെ തന്നെ ബിക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്ത 2 റീഡിങ്ങുകളായിരുന്നു 1.540 മൈനസ് 0.940. അപ്പോൾ നമുക്ക് 0.600 എന്ന് കിട്ടും. എന്നിട്ട് ഈ കിട്ടിയ 2 ആൻസറുകളുടെ ആവറേജ് എടുത്താൽ മതി. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടും 0.6025 മീറ്റർ എന്ന് കേട്ടോ. അത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മെഷർമെൻറ്റ്സ് ആർ പ്ലോട്ടഡ് ടു എ പ്ലാൻ ഓർ മാപ്പ്? ഒരു പ്ലാനിലും മാപ്പിലും നമ്മൾ എന്ത് മെഷർമെൻറ്റ്സ് ആണ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ലീനിയർ ആൻഡ് ആംഗുലർ മെഷർമെൻറ്റ്സ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ലീനിയർ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് വരും, നമ്മൾ ലെങ്ത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ലെങ്ത്തും ആംഗിളും നമ്മൾ ഒരു പ്ലാനിലോ മാപ്പിലോ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വിച്ച് കോളം ഈസ് യൂസ്ഡ് ദ ലാസ്റ്റ് എൻട്രി ഇൻ ദ ലെവൽ ബുക്ക് പേജ് അറ്റ് ദി എൻഡ് ഓഫ് സർവേ? ലാസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ ഫോർസൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നതിന് നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞു, ലാസ്റ്റ് എൻ്റർ ചെയ്യുന്ന റീഡിങ്ങിനെ നമ്മൾ ഫോർസൈറ്റ് റീഡിംഗ് എന്ന് പറയും. അത് ഫോർസൈറ്റിൻ്റെ കോളത്തിലായിരിക്കും നമ്മൾ എഴുതുന്നത്. വിച്ച് മെത്തേഡ് ഫോളോവ്ഡ് ടു കണക്ട് എ ബെഞ്ച് മാർക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ അലൈൻമെൻറ്റ് ഓഫ് എനി പ്രൊജക്റ്റ്? നമ്മളൊരു ബെഞ്ച് മാർക്ക് നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റുമായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ബെഞ്ച് മാർക്കിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ലെവലിങ്ങിനെയാണ് ഫ്ലൈ ലെവലിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻ്റർമീഡിയറ്റ് സൈറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, നമ്മൾ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും മാറി മാറി എടുത്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അതായത് ഒരു സ്ഥലത്ത് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ലെവലിംഗ് എടുത്ത് തുടങ്ങിയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ബാക്ക് സൈറ്റ് ഫോർ സൈറ്റ് എല്ലാം എടുത്തെടുത്ത് ഇങ്ങനെ നമ്മുടെ ആ പോയിന്റിലോട്ട് ആ റീഡിങ്ങിനെ എത്തിക്കും. ആ ഒരു ബെഞ്ച് മാർക്കിനെ ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കും. അത്തരം ലെവലിങ്ങുകളെയാണ് നമ്മൾ ഫ്ലൈ ലെവലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് മെത്തേഡ് ഓഫ് ലെവലിംഗ് ദ റിലേറ്റീവ് ഹൈറ്റ്സ് ഓഫ് പോയിന്റ്സ് ആർ ഫൗണ്ട് ഔട്ട് ബൈ സം ഡയറക്റ്റ് ഒബ്സർവേഷൻ? ഡയറക്റ്റ് ഒബ്സർവേഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ലെവലിംഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഒന്നുമില്ല, പേരിൽ തന്നെ ഉണ്ട്, ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയും കേട്ടോ. ഡയറക്റ്റ് ഒബ്സർവേഷൻസ് എടുത്ത് ചെയ്യുന്ന ലെവലിങ്ങിനെ നമ്മൾ എന്ത് പറയും? ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയും. വാട്ട് ലെവലിംഗ് ഈസ് കോൾഡ് ആസ് ഇൻഡയറക്റ്റ് ലെവലിംഗ്? ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ലെവലിംഗ് ആണ് ട്രിഗണോമെട്രിക് ലെവലിംഗ് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ലെവലിംഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ പെട്ട ഒരാളാണ് ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് തിയോഡലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ്? ഒരു തിയോഡലൈറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ്? അത് 20 സെക്കൻഡ് ആണല്ലേ. അപ്പോൾ 0 മിനിറ്റ് 20 സെക്കൻഡ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് 20 സെക്കൻഡ് ആണ്. സിംപ്ലി ചോദിക്കുകയാണെങ്കിൽ 20 സെക്കൻഡ് ആണ് നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്? ഇത് ഏത് ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇതൊരു ഡെംപി ലെവലിൻ്റെ ഫിഗറാണ് കേട്ടോ. ഓട്ടോ ലെവലിൻ്റെ ഫിഗർ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടല്ലോ, അതുപോലെ ഒരു ഡെംപി ലെവലിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വൺ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഓഫ് വെർണിയർ തിയോഡലൈറ്റ്? മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ
ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് 20 മിനിറ്റ് ആണ്. അത് മാറിപ്പോകരുത് കേട്ടോ. മെയിൻ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ് 20 മിനിറ്റ്, വെർണിയർ സ്കെയിലിൻ്റെതാണ് 20 സെക്കൻഡ്. പക്ഷേ കോമൺലി നമ്മൾ തിയോഡലൈറ്റിൻ്റെത് ഏതാണെന്ന് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയണം 20 സെക്കൻഡാന്ന് പറയണം. പക്ഷേ ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് മെയിൻ സ്കെയിലിൻ്റെ എത്രയാണ്, അത് 20 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെസ്റ്റ് ക്യാരിഡ് ഇൻ തിയോഡലൈറ്റ് ടു മേക്ക് ദ പ്ലേറ്റ് ബബിൾസ് സെൻറ്റർ ടു റൺ ഇഫ് ദ വെർട്ടിക്കൽ ആക്സിസ് ഈസ് ട്രൂലി വെർട്ടിക്കൽ? ഇത് നമ്മൾ പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. തിയോഡലൈറ്റിൻ്റെ പ്ലേറ്റ് ബബിൾസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ടെക്നിക്കൽ ടേം ഫോർ ദി പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് വെർട്ടിക്കൽ ആക്സിസ് ഓഫ് തിയോഡലൈറ്റ് ഇമ്മീഡിയറ്റ്ലി ഓവർ എ മാർക്കോവ് സ്റ്റേഷൻ പോയിന്റ് ഈസ് സെൻട്രിങ്? ഇത് നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ സ്റ്റേഷൻ പോയിന്റിൻ്റെ എക്സാക്ട് മേലെ വെർട്ടിക്കലായിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സെൻട്രിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സർവേത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ 2 വീഡിയോസിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓഡിയോ കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ ഇനി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടോ ഒക്കെ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.